കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേർ മുങ്ങിമരിച്ചു. കൽപ്പറ്റ സ്വദേശികളാണ് മരിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, അല്പസമയം മുൻപാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കോഴിക്കോട് തിക്കോടിയിലാണ് സംഭവം. കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേർ മുങ്ങിമരിച്ചു. അപകടത്തിൽപ്പെട്ടത് കൽപ്പറ്റ സ്വദേശികളാണ്. കടലിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് 4 പേരും മുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കോഴിക്കോട് തിക്കോടിയിലാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയ 4 പേരും മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഹരിത, ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് വയനാട്ടിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികൾ 26 സംഘങ്ങളാണ് വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല. എങ്കിലും വയനാട്ടിൽ നിന്ന് എത്തിയ ആളുകളിലെ 26 സംഘങ്ങളിലെ 5 പേരാണ് ഈ തിരയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ തിരയിൽ അകപ്പെടുന്നത്. ഇതിൽ 4 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ട്, അതായത് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് 4 പേരും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ 4 പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീസ, ബിനീഷ്, വാണി, ഫൈസൽ എന്നീ 4 പേരാണ് ഈ തിരയിൽ പെട്ട് മരിച്ചിരിക്കുന്നത്. ഇതിൽ ജിൻസിയെ ഈ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയതായാണ് വിവരം ലഭിക്കുന്നത്. മറ്റ് 4 പേരെ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിനായി നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഈ 4 പേരുടെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. ജിൻസി ഇപ്പോൾ നിലവിൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നിലവിൽ ഗുരുതരാവസ്ഥയല്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്കോടിയിൽ നമുക്കറിയാം ഈ ബീച്ച് സൈഡുകളിലെല്ലാം വലിയ തോതിൽ ലൈഫ് ഗാർഡിന്റെ എല്ലാം വലിയ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കുളിക്കാൻ ഇറങ്ങരുതെന്നും ഈ വേലിയേറ്റവും അതുപോലെ തന്നെ വേലിയിറക്കമുള്ള സമയങ്ങളിലൊന്നും ഈ കുളിക്കാൻ ഇറങ്ങരുത് തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങളെല്ലാം ഈ ലൈഫ് ഗാർഡ് ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് ഇവരുടെ എല്ലാം ഈ ഒരു നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അത് കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ലൈഫ് ഗാർഡിന് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകൾ അല്ലെങ്കിൽ ഇവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാതെ അവരുടെ കണ്ണ് വെട്ടിക്കൊണ്ട് ഈ കുളിക്കാൻ ഇറങ്ങുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിലവിൽ ഈ പരിക്കേറ്റ, അതായത് ഈ ഒരു ഒഴുക്കിൽ 5 പേരാണ് നിലവിൽ ഈ ഒരു ഒഴുക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതിലൊരാളെ ഈ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഈ രക്ഷപ്പെടുത്തിയ ആള് ജിൻസി എന്ന ആളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ ജിൻസിയെ നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് 4 പേരാണ് ഇപ്പോൾ 4 പേരുടെ മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് നിലവിലുള്ളത്. ഹരിത. ശരി, കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 4 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. 5 പേരായിരുന്നു തിരയിൽപ്പെട്ടിരുന്നത്. ഒരാൾ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അഭിന പി ചിറക്കൽ നൽകിയത്.